26 ജൂലൈ 26. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ പുതിയൊരു ലൊക്കേഷൻ പിടിക്കാൻ തീരുമാനിച്ചു. 30 സബാൻ ഉണ്ട്. നിലമ്പൂർ കുരിശുംപാറയാണ് ലൊക്കേഷൻ വരുന്നത്. രാവിലെ തന്നെ ചായ അടിക്കാന്ന് വെച്ച് ചായ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോക്ലേറ്റ് നമ്മൾ സ്ഥിരം കഴിഞ്ഞ വ്ളോഗിൽ പരിചയപ്പെടുത്തിയ അതേ ചോക്ലേറ്റ് അതൊന്ന് മേടിച്ചിട്ടുണ്ട്. ചായ നമുക്ക് കയറുന്നാക്കാൻ തീരുമാനിച്ചു. നല്ല പെപ്സി ഇട്ടും ചൂട് കൊടുക്കുന്നത്. കാമ്പ്രം KR വണ്ടി അവിടെ പാർക്ക് ചെയ്തു. KRൽ രാവിലെ ചായ കടക്കുള്ളിൽ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ. ബീഫ്, കൊണ്ടാട്ടം, പൂളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല ചൂട് കോഫിയും നല്ല ആവി പാറുന്ന പെപ്സും KRന്ന് ഫസ്റ്റത്തെ മീല് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോത്തിന് മഴ പെയ്തു. അങ്ങനെ ചായ കൂടി കഴിഞ്ഞു. ട്രക്കിങ്ങിനാണ് പോകുന്നത്. ഈ കുരിശുംപാറ ട്രക്കിങ്ങിൻ്റെ ഒരു സ്പോട്ടാണ്. നമ്മൾ വിചാരിച്ചൊരു ക്ലൈമറ്റ് ഇതാ മഴ. ട്രക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് മഴ. വെതുക്കൽ ഒഴിവാക്കിയാൽ. പിന്നെ KRന്ന് ഒരു പാൽക്കാവൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്താണ് അവൻ പാടെ നോക്കട്ടെ. പാൽക്കാവായ കറിച്ചപ്പറിച്ച് ഇതാക്കണ മാറി കേട്ടോ. ഭയങ്കര പാക്കിങ് ജസ്റ്റ് മടക്കി വെച്ചിരിക്കുകയാണ്. സാധനത്തുണ്ട് 10 രൂപ 25 ഗ്രാംസ്. കുരിശുംപാറ അല്ലെങ്കിൽ കറുമ്പായിക്കോട്ടപ്പാറ വളാഞ്ചേരിയിൽ നിന്ന് ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ളത് 75 കിലോമീറ്ററാണ് വൺ സൈഡ് റണ്ണിങ്. ടോട്ടൽ ഒരു 2 മണിക്കൂറോളം റണ്ണിങ് വരും. പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, വണ്ടൂർ, നിലമ്പൂർ വഴിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. അടുത്ത കാലത്തിരിക്കുന്നു. നോ പാർക്കിംഗ്, നോ നെറ്ററി, നോ ട്രെയിൻ, നോ പ്ലാസ്റ്റിക്, നോ ഫീഡിങ്. ഏകദേശം നമ്മളെ ലൊക്കേഷനിൽ എത്തിക്കണേ. അതാ കാണുന്നതാണ് കുരിശുംപാറ. ഇവിടുന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആണ് എന്നുള്ളത് അറിയില്ല. നല്ല ഭംഗിയിട്ട് അവിടെ ആളുകളുണ്ട്. 2-3 ആൾക്കാർ അതിൻ്റെ മേലെ ഉണ്ട്. എന്തായാലും അതിൻ്റെ മേലേക്കാണ് കയറാറുള്ളത്. സംഭവം ഇവിടുന്ന് കാണാനുള്ള ഭംഗിയുണ്ട്. ബാക്കി അവിടെ ഇടിവണ്ണ എന്നുള്ള ഈ അങ്ങാടിന്ന് നമ്മളെ ഇതാണ് വഴി. അവിടെ ഒരു എന്തോ ഒരു പാറ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കാണിച്ചത്. ഈ റോഡിലാണ് കയറി പോകാനുള്ളത്. ഇടിവണ്ണ അങ്ങാടിന്ന്. ഇവിടെ വേറെ റോഡുണ്ട്. ഫസ്റ്റത്തല്ല, സെക്കൻഡ് റൈറ്റ്. കറുമ്പായിക്കോട്ടപ്പാറ. ഉള്ളിലേക്ക് ഈ മെൻഷൻ ചെയ്ത സ്ഥലത്ത് കണ്ട് കയറിയാൽ റോഡ് വളരെ ചെറുതാണ്. ഏതായാലും ആ ഉൾറോട്ടിലേക്ക് കയറിയിട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നാൽ റബ്ബറും കാടും 2 സൈഡിലും മരങ്ങളൊക്കെ പാടായിട്ട് ഒരു അന്തരീക്ഷം കാണാം. അവിടെ തന്നെയാണ് ഈ കുരിശുംപാറയ്ക്ക് കയറാനുള്ള എൻട്രൻസ് വരുന്നത്. ഇൻസ്റ്റയിൽ നിന്ന് ഒരു റീലും കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഷബാന നാട്ടിലുള്ളതുകൊണ്ട് ഷബാന ഇങ്ങനെ കൂട്ടി. പിന്നെ വരുമ്പോൾ പെയ്ത മഴ ഞങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ എങ്ങോട്ടോ പോയി. ഇവിടെ നല്ല ക്ലിയർ സ്കൈ ആണ്. ഇതാണ് കറുമ്പായിക്കോട്ടപ്പാറയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ വലിയ പാർക്കിങ്ങിൻ്റെ ഏരിയ ഒന്നുമില്ല. സൈഡിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. അതിൽ വണ്ടികൾ നിർത്താം. ഒരു 10-12 ബൈക്കും ഒരു കാറൊക്കെ നിർത്താനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് ആ റബ്ബറും കാട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ആരൊക്കെയോ വന്നിട്ടുണ്ട്. മേലെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ എൻട്രൻസ്.
ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശവാനം കൂട്ടി കയറാണ്. ആ ഏരിയയിൽ ചെന്നപ്പോൾ മുതൽ മൊത്തത്തിൽ ഒരു ചീവീടിൻ്റെ ഒച്ചയാണ് നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മളെ പാറയുടെ ബേസ്. ഇനി അങ്ങോട്ട് ഫുൾ സീനറിയാണ്. ഇടയിൽ പാറ സ്ലിപ്പറിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. ഈ മഴ പെയ്യുമ്പോൾ പാറയുടെ മേലെ നിന്ന് വരുന്ന വെള്ളമാണ്. അതങ്ങനെ പോയിട്ട് അവിടെ പൊതുവെ കാലടി വെക്കാത്തതുകൊണ്ട്, സ്റ്റെപ്പ് വെക്കാത്തതുകൊണ്ട് അവിടെ ഇച്ച് കെട്ടിയിട്ട് നല്ല സ്ലിപ്പറി ഉണ്ട്. പക്ഷെ കയറുന്ന വഴി ഒക്കെ നല്ല ഓക്കെയാണ്. ഒരു സ്പെഷ്യലായിട്ട് ക്ലിയർ പാത്തായിട്ട് തന്നെ കാണാനും പറ്റും. അവിടെ സ്ലിപ്പറി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ മല കയറാൻ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിലായിരുന്നു. എന്തായാലും നമ്മളൊപ്പം വന്ന ടീംസ് ഇത് അവിടെ കയറുന്നുണ്ട്. ആ ഒരു വ്യൂ നല്ല അടിപൊളിയാണ്. ചെയിനുണ്ട്, ചെരുമ പിടിച്ചുകാണ്ട് കയറാൻ ഭയങ്കര ഈസിയാണ്. അതിലൊരു കൗതുകമില്ല. ശബാനത ചങ്ങൽമ പിടിച്ചുകാണ്ട് കയറാന്നുണ്ടെങ്കിൽ ഈസിയാണ്. അല്ല എൻ്റെ മാതിരി കൗതുകത്തിൽ ഇങ്ങനെ കൊത്തി പിടിച്ചിട്ടാണ് കയറുന്നുണ്ടെങ്കിൽ കൈയും കാലും കൂടെ വെച്ച് കയറണം, അല്ലെങ്കിൽ നേരെ താഴത്ത് പോകും. ഞാൻ ഓരോരുത്തർ കയറി വരുന്ന കാഴ്ച. ശിവാന് കയറിപ്പോയി. മേലെ ആരൊക്കെയോ ഉണ്ട്. ഒരാൾ വരുന്നു. അങ്ങോട്ടാണ് എത്തുള്ളത്. മഴ പെയ്താൽ സെറ്റാവും. അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. ഇവിടെ ചുറ്റും കൃഷിയാണ്. അങ്ങോട്ട് മല. സെയിം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും കൃഷിയാണ്. റബ്ബർ, അതാണ് സ്ഥലം. കറുമ്പായിക്കോട്ടപ്പാറയുടെ ഏറ്റവും ടോപ്പ്. ഇതിൻ്റെ മേലെ നിന്ന് 360 ഡിഗ്രി വ്യൂ. എങ്ങോട്ട് നോക്കിയാലും സീനറിയാണ്. എനിക്ക് തോന്നുന്നു മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോട കാര്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ അപ്പോൾ ഇത്ര അധികം വലിയൊരു വ്യൂ ഞങ്ങൾക്ക് മിസ്സാവും. ഞാൻ കയറിയ ട്രക്കുകളിൽ വെച്ചിട്ടൊരു വലിയ ട്രക്കൊന്നുമല്ല, അതൊരു മീഡിയം ലെവലിൽ നിന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇത് കുറച്ച് പാടന്നെ ആവും. ഏകദേശം ഒരു 60 to 70 ഡിഗ്രി ആംഗിളിൽ ഇതിൻ്റെ സ്ലോപ്പ് വരുന്നുണ്ട്. അവിടുന്ന് കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ സീനറിയാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്കും എപ്പോഴും വരാനും കയറാനൊക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ.
സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സാധാരണ ഹൈറ്റിൽ കയറിയാൽ നല്ല കാറ്റുണ്ടാവലുണ്ട്. ആ കാറ്റ് വല്ലാതെ നമുക്ക് കിട്ടിയില്ല. മഴയില്ല, പോരാത്തതിന് നല്ല വെയിലും. മല ഇറങ്ങാണ്. അപ്പോൾ പിന്നെ നൈസിൽ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര 90 വരുന്ന രൂപത്തിൽ നമുക്ക് രണ്ടും ഇതേ കയറി അതേ സാധനം നേരെ ഓപ്പോസിറ്റ് ഇറങ്ങിയാൽ മതി. കൈ വെക്കുക, കാല് വെക്കുക, റിവേഴ്സ് ചെയ്ത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവും. ചിലവർ ഇങ്ങനെ ഇറങ്ങുന്നവരുണ്ട്, ഇങ്ങനെ വെച്ച് കാണും. ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അഥവാ ഇൻ കേസ് സ്ലിപ്പായാൽ കയ്യോ പുറത്തോ ഒന്നും കിട്ടില്ല. ബെറ്റർ ഇങ്ങനെ ഇറങ്ങണം തന്നെയാണ്. ഇതാകുമ്പോൾ എവിടെയെങ്കിലും വെള്ളം പിടിക്കണമെങ്കിലും കിട്ടും. മറ്റേതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രിപ്പ് സ്ട്രെങ്ത് കുറവായിരിക്കും. എന്നിട്ടെന്താ വെച്ചാൽ അങ്ങനെ പോണ്. നമ്മളിതിൻ്റെ വലുത് കയറി എന്നിട്ടാണ് ഇത്. നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളൂ, എൻ്റെ നോക്കണ്ട. Don't try this. അതെ അതെ, ഇത് പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ് ഹോം അല്ല, അറ്റ് റോക്സ്. എൻ്റെ നോക്കണ്ട. അങ്ങനെ ഏകദേശം ഒരു 10-10:30 ഞങ്ങൾ വളാഞ്ചേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പ് ഏകദേശം ഒരു 1 മണി 1:30 അവിടെ എത്തി. ഒരു 2:30 അവിടെ നിന്ന് തിരിച്ചു. റിട്ടേൺ ഒരു 5-5:30 നാട്ടിലേക്ക് വളാഞ്ചേരിയിൽ തിരിച്ചെത്തി. പുതിയ കൗതുകങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.